رب العالمين صلى الله وسلم على رسول الله وعلى آله وصحبه أجمعين أما بعد. അപ്പോൾ നമ്മൾ മിൻഹും യഖൂലു റബ്ബനാ ആതിനാ ഫിദ് ദുനിയ എന്ന് പറഞ്ഞ ആയത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ ഇങ്ങനെ പോരുകയാണ്. അപ്പോൾ അല്പം വിശദമായിട്ട് പ്രസിദ്ധത ചർച്ച ചെയ്യണം. നമ്മൾ 201 പേജിൽ ആദ്യ പാരഗ്രാഫ് ആണ് പൂർത്തിയായതേ ഉള്ളൂ. അവിടെ അങ്ങോട്ട് വായിക്കാം. وقد اختلف المفسرون في تعيين هذا الفريق فقيل هم الكفار الذين لا يؤمنون بالآخرة واستدلوا بما روي عن ابن عباس وأنس من دعاء المشركين في ذلك المقام بحضور الدنيا. وقيل هم المسلمون الذين لم تمس أسرار الدين وحكمه قلوبهم أسرار الدين وحكمه قلوبهم ولم تشرق أنوار هدايته إلى أرواحهم بل اكتفوا بالتقليد في رسومه الظاهرة وكان همهم في الدنيا دون الآخرة. وذكروا هنا ما روي في المرفوع من أن الله تعالى يؤيد هذا الدين بمن لا خلاق له واستدلوا على صحة رأيهم سياق. ولا شك أن هذا القسم موجود في المسلمين كما وجد في كل أمة ومن بلى الناس وفلاهم عرف ذلك. അപ്പോൾ ദുനിയാവ് മാത്രം ചോദിക്കുന്നു എന്നാണ് ആദ്യം പറഞ്ഞത്. ഇവിടെ പറയുന്ന വിഷയം ആ വിഭാഗം ആര് എന്ന് നിർണയിക്കുന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായം മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിലൊരു വാദം വന്നത് തെയിലാണ്. പറഞ്ഞവർക്ക് അഡ്രസ് ഒന്നുമില്ല. പറയപ്പെട്ടത് നിങ്ങൾ കുഫാറുല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പാരത്രിക വിശ്വാസമില്ലാത്ത കാഫിരീങ്ങളാണ് ആ പറയപ്പെട്ടവർ എന്ന്. അതിന് തെളിവായിട്ട് അവർ നടത്തിയതോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ആ ഹജ്ജ് രംഗത്തുള്ള മുശ്രിക്കീങ്ങളുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥന വെച്ചിട്ട് അതാണ് അവിടെ കാഫിര്യങ്ങളാണ് ഉദ്ദേശം എന്ന് പറയുന്നു. അവർ ദുനിയക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് ഇരുവരിൽ വന്ന റിപ്പോർട്ട് വെച്ചിട്ടാണ് തെളിവ് പറയുന്നത്. എന്നാൽ മറ്റൊരു കീഴിലുള്ളത് ഹുമുൽ മുസ്ലിമൂൻ അല്ലദീന ലം തമസ്സ അസ്റാറുദ്ദീൻ വഹികമഹു ഖുലൂബഹും, ദീനിന്റെ സിറുകളും അതിന്റെ യുക്തിയും ഖൽബിലെത്തിയിട്ടില്ലാത്ത, ദീനെന്താന്ന് ശരിക്കും വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ലാത്ത മുസ്ലിങ്ങൾ തന്നെയാണ് ഈ പറയപ്പെട്ട പരാമർശിക്കപ്പെട്ട വിഭാഗം എന്നൊരു കീല പറയും. വലം തുശ്രിഖ് അൻവാറു ഹിദായത്തിഹിൽ അർവാഹിഹിം, ദീനിന്റെ ഹിദായത്തിന്റെ വെളിച്ചം അവരുടെ റൂഹിൽ പ്രസരിച്ചിട്ടില്ല അങ്ങനത്തെ കൂട്ടർ. ബൽ ഇക്തഫൗ ബിത്തഖ്ലീദ് ഫി റുസൂമിഹിൽ ളാഹിറ, പിന്നെന്താ വെച്ചാൽ ദീനിനെ അതിന്റെ ആ പ്രകടഭാവങ്ങളിൽ അവരങ്ങ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് മാത്രം. വേറെ ദീൻ മനസ്സിലാക്കിക്കൊണ്ടൊരു ദീനാചരണം, ദീനി ജീവിതം ഇല്ല. അങ്ങനെയുള്ള പേരിന് മുസ്ലിങ്ങളായ ആൾക്കാരാണ് ഇത് എന്നുള്ള അഭിപ്രായവും ഉദ്ധരിച്ചവരുണ്ട്. ഫക്കാന ഹമ്മുഹും ഫി ദുനിയാ ദൂനൽ ആഖിറ, അപ്പൊ അവരുടെ ഹമ്മാകെ ദുനിയാവിലാണ്, ആഖിറല്ല. ഫദക്കറുഹുന മർഫൂഉൽ മർഫൂ, അതിന് തെളിവായിട്ട് മർഫൂആയിട്ട് വന്ന റിപ്പോർട്ട് അവർ പറയുന്നുണ്ട്. നബിയിലേക്ക് എത്തുന്ന റിപ്പോർട്ടാണ് മർഫൂ. അവർ പറഞ്ഞു മിൻ അന്നല്ലാഹു തആല യുഅയ്യിദു ഹാദ ദീന ബിമൻ ലാ ഖലാഖ ലഹു, ഒരു ഖലാഖും പരലോകത്ത് കിട്ടാനില്ലാത്ത ചില ആൾക്കാരെ കൊണ്ടും ഈ ദീനിന് അള്ളാഹു പിൻബലമേകും എന്ന് പറയുന്ന റിപ്പോർട്ടുണ്ട്. അപ്പൊ അവർ മുസ്ലിങ്ങളെ കൂട്ടത്തിലുണ്ടാവും, മുസ്ലിങ്ങളോടുകൂടി ജീവിക്കുന്നുണ്ടാവും, പക്ഷെ അവർ ഈ പറഞ്ഞ വിഭാഗം ആണ് എന്ന് അത് വെച്ചിട്ട് തെളിവ് പറയുന്നു. വസദല്ലു അലാ സിഹത്തി റഈഹിം ബിസിയാഖ്, തങ്ങളുടെ അഭിപ്രായം ശരിയാന്നുള്ളതിന് സന്ദർഭത്തെയും അവർ തെളിവായിട്ട് കൂട്ടുപിടിക്കുന്നു. വലാ ശക്ക അന്ന ഹാദൽ ഖിസ്മ മൗജൂദുൻ ഫിൽ മുസ്ലിമീൻ കമാ ഉജിദ ഫീ കുല്ലി മാ. റഷീദുള്ള പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ ഉമ്മത്തിലും ഇങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്, ദുനിയാവ് മാത്രം എന്ന് ചിന്തിക്കുന്ന വിഭാഗമുണ്ട്. മുസ്ലിങ്ങളിലും അങ്ങനത്തെ ഒരു കിസ്മുണ്ട്. ഫമൻ ബലന്നാസ വഫല്ലാഹും അറഫ ദാലിക്, ജനങ്ങളെ ശരിക്ക് പരിശോധിക്കുന്ന ഒരാൾക്ക് ഫല്ല അല്ലെങ്കിൽ ഫല എന്ന് പറഞ്ഞാലും പരിശോധിക്കുക എന്നുള്ള നന്നായി പിന്നെ പഠിക്കാൻ വേണ്ടി ഒരു സംഗതിയെ മൂലാഗ്രം പരിശോധിക്കുന്നതിനാണ് ഫല്ല അല്ലെങ്കിൽ ഫല എന്ന്. ഫല ഇഫ്ലി, ഫൽവുൻ എന്ന് പറയാം, ഫല്യുൻ എന്ന് പറയാം, ഫിലാഉൻ എന്ന് പറയാം. 3 മസ്തറും പറയാം. ഫിലാ ഉണ്ട്, ഫല്യുൻ ഉണ്ട്, ഫൽവുൻ എന്നുണ്ട്. ഫല. ഇനി ഫല്ല ഇഫല്ലി എന്ന സീവയിൽ കൊണ്ടുവന്നാലും പറ്റും. ഫല്ല എന്ന് ശ്രദ്ധിട്ടുകൊണ്ട് അങ്ങനെ വായിക്കാം. അപ്പൊ ജനങ്ങളെ ശരിക്ക് പരിശോധിച്ച് മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും അറിയും. ഇങ്ങനത്തെ ഒരു കൂട്ടർ മുസ്ലിങ്ങളിലുണ്ട്, എല്ലാ ഉമ്മത്തിലും ഉണ്ട്. ഇനി രണ്ടാം ഭാഗം
فمنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار എന്നുള്ളതാണ്. അപ്പൊ ഈ മിൻഹും മൻ യത്ലുബു ഖൈറ ദുനിയ വൽ ആഖിറ ജമിഅൻ, ദുനിയാവിന്റെ ആഖിറത്തിന്റെയും ഖൈർ ഒരുപോലെ തേടുന്നവരാണ്. ലാ ഹുളൂദ ദുനിയ വഹദഹ കൈഫമാ കാനത് കൽ ഫരീഖിൽ അവ്വൽ, ദുനിയാവിലെ വിഹിതം മാത്രമല്ല, അതെങ്ങനെയായിരുന്നാലും ദുനിയാവിലത്തെ മാത്രം മതി എന്ന അധികാരമല്ല ആദ്യം പറഞ്ഞ വിഭാഗക്കാരെ പോലെ. ഫഖദ് ഇഖ്തലഫൽ മുഫസ്സിറൂൻ ഫി തഅയീനിൽ ഹസന, ഇനിയിപ്പുള്ള വിഷയം ഈ ഹസനത്ത് എന്താണ്, ഈ ദുനിയ ഹസനത്ത് ഹസനത്ത് എന്താണെന്ന് ഉണ്ടായിരിക്കുന്നതിലും മുഫസ്സിറുകൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഹൽ ഹിയൽ ആഫിയ, ആരോഗ്യത്തിനാണോ ഉദ്ദേശം, അവിൽ കഫാഫ്, അല്ലെങ്കിൽ ജീവിതത്തിൽ അത്യാവശ്യം കാര്യങ്ങൾ തികയുന്ന മതിയാവുന്നൊരവസ്ഥ, അതാണോ ഹസനത്ത്, അവിൽ മറത്തു സാലിഹ, അല്ലെങ്കിൽ സദൂർത്തയായ സ്ത്രീ ജീവിതത്തിൽ കൂട്ടുണ്ടാവുക എന്നുള്ളതാണോ ഹസനത്ത്, അവിൽ ഔലാദുൽ അബ്റാർ, അതല്ലെങ്കിൽ പുണ്യവന്മാരായ മക്കളാണോ ഉദ്ദേശം, അവിൽ മാലു സ്വാലിഹ്, അല്ലെങ്കിൽ സ്വാലിഹായ ധനമാണോ, അവിൽ ഇൽമുൽ മാരിഫ, അല്ലെങ്കിൽ അറിവാണോ, വിജ്ഞാനമാണോ, ആരാധിക്കലാണോ എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പണ്ഡിതന്മാർ. മുൻഗാമികളിൽ നിന്നും ഇത് കണ്ടാൽ മനസ്സിലാവാൻ വെച്ചാൽ ഓരോരുത്തരും ഈ കൗല് പറഞ്ഞ ഓരോരുത്തരും തങ്ങളുടെ അടുക്കൽ പ്രധാനമായി തോന്നുന്നതിന് ഹസനത്ത് എന്നങ്ങോട്ട് ഇത്ലാഫ് ചെയ്തു എന്നതായിരിക്കാം. അവർക്ക് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യാൻ തോന്നിയ ഭാഗത്തിന് അവർ ആ അർത്ഥമാണ് ഹസനത്തിന് എന്ന് പറഞ്ഞതായിരിക്കാം. ലാഹിറു അന ഹസന വസ്ഫുൽ മഹദൂഫിൻ ഐ ഹയാത്തുൻ ഹസന. അപ്പോ ഹസനത്ത് എന്നുള്ളത് ഒരു വസ്ഫാണല്ലോ, അവിടെ മഹദൂഫ് ഉണ്ട്, സിഫത്തുണ്ട്, ഇത് സിഫത്താണ്, മഹദൂഫ് മൗസൂഫ് ഉണ്ട്, അത് ഹയാത്താണ്. അപ്പൊ നല്ല ജീവിതം എന്താണെന്ന് പ്രകടമായി മനസ്സിലാവുന്നു റഷീദ് റളിയല്ലാഹു. വള്ളൂർ ബിമ തക്കുൻ ഹയാത്തുൽ മർഇ ഹസനത്തൻ ഫയകുന സായിദൻ ഫി ദുനിയ, ദുനിയാവിൽ ഒരാളുടെ ജീവിതം ഹസനത്തുള്ളത് എങ്ങനെ ആവും, അതുവഴി അവൻ സായിദാവും എങ്ങനെയാവും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഫമൻ ദഅ അല്ലാഹു തആല ദുആൻ ഇജ്മാലിയൻ, അള്ളാഹുവിനോട് ഒരാള് വളരെ വിശദമായിട്ട് പരത്തി പറയാതെ മൊത്തത്തില് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഫൽ യദ്ഉഹു ബിസആദത്തി ദുനിയ വൽ ആഖിറ വൽ ഹയാത്തി ത്വയ്യിബ ഫീഹിമ, അവൻ എന്ത് ചെയ്താൽ മതി, പടച്ചവനെ ദുനിയാവിൽ ആഖിറത്തിലും സആദത്ത് തരണം, ഒരു നല്ല ജീവിതം ദുനിയാവിൽ ആഖിറത്തിലും തരണം എന്ന് പ്രാർത്ഥിച്ചാൽ യകുൻ മുഹ്തദിയം ബില്ലായ, അവൻ ഈ ആയത്തനുസരിച്ചുള്ള ഹിദായത്ത് കിട്ടിയവനായി. കാരണം ഇതിലത്രയുള്ള ഹസനത്ത് ദുനിയാവിൽ ആഖിറത്തിൽ വേണം എന്ന് ചോദിക്കുന്നു. അപ്പൊ ഒരാളുടെ ആകെ പ്രാർത്ഥന അതിൽ ഒതുക്കിയാലും അത് മതി. അവൻ കാനത്ത് ലഹു ഹാജത്തുൻ ഖാസത്തുൻ, ഇനി ഒരാൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആവശ്യം ഉണ്ടായിട്ട് ഫദഅഹു ലഹ മിൻ ഹൈസു ഹിയ ഹസന ഫഹു മുഹ്തദിൻ ബിഹ, അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹസനത്താണ്. അപ്പൊ അതിനു വേണ്ടി പടച്ചവനോട് പ്രത്യേകം അത് ചോദിച്ചു, അവനും ഈ ആയത്ത് കൊണ്ടുള്ള ഹിദായത്ത് കിട്ടി എന്ന് പറയാം. അദാന്നഹും ഇഖ്തലഫു ഫി ഹസനത്തിൽ ആഖിറ ആയത്. എന്നാൽ പിന്നെ ആഖിറത്തിൽ ഹസനത്ത് എന്താന്നുള്ളത് നിർണ്ണയിക്കുന്നതിലും മുഫസ്സിറുകൾക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. വഖീലൽ ജന്ന വഖീലർ റുഅ്യ, സ്വർഗപ്രവേശമാണ് എന്ന് പറഞ്ഞവരുണ്ട്, അള്ളാഹുവിനെ ദർശിക്കാൻ കഴിയുന്ന സ്വർഗത്തിലെ ഏറ്റവും അസുലഭ മുഹൂർത്തമാണത് എന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ വഖ്തലഫു ഫി അദാബിന്നാർ, നരകത്തിലെ ശിക്ഷ എന്ത് എന്നുള്ളതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. റബവൻ അലീൻ കറമല്ലാഹു വജ്ഹ, അലി റളിയല്ലാഹുവിൽ നിന്ന് വന്ന റിപ്പോർട്ട് അന്നഹു അൽ മർഅത്തു സൂ, ദുഷ്ടയായ ഒരു സ്ത്രീയാണ് ആ പറയുന്ന അദാബ് കൊണ്ട് ഉദ്ദേശം എന്നൊരു റിവായത്തും അവർ ഉദ്ദേശിക്കുന്നുണ്ട്. فقد علم ما تقدم في تفسير أجيب دعوة الداعي إذا دعان أن الطلب من الله تعالى إنما يكون باتباع سننه بالأسباب والمسببات. ഇനി പ്രാർത്ഥിക്കുന്ന വിഷയം എന്തിനാ എന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് നേരത്തെ 156-ാമത്തെ ആയത്തിൽ പ്രാർത്ഥിക്കണോ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ജവാബ് കൊടുക്കും എന്നുള്ള ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനോടൊരു കാര്യം ചോദിക്കുന്നത് ഇന്നമായക്കും ഇങ്ങനെ മാത്രമേ ആകാവൂ. എങ്ങനെ? ബിത്തിബായി സുനനിഹി ഫിൽ അസ്ബാബ് വൽ മുസബ്ബബാത്ത്, ആ ചോദിക്കുന്ന സംഗതി ലഭ്യമാകാൻ ഈ ദുനിയാവിലുള്ള കാര്യകാരണ വ്യവസ്ഥകളുണ്ട് അള്ളാഹു നിശ്ചയിച്ച്. ആ വ്യവസ്ഥകൾ ഫോളോ ചെയ്തിട്ട് വേണം ചോദിക്കാൻ. അപ്പോ കൃഷി ചെയ്യണം എന്നിട്ട് വിള ചോദിക്കണം, വിവാഹം ചെയ്ത് മാന്യമായി ജീവിക്കണമെന്ന് സന്താനങ്ങളെ ചോദിക്കണം,
അപ്പൊ അങ്ങനെ അസ്ബാബ് മുസബബാത്ത് പൂർത്തിയാക്കിയിട്ട് വേണം ചോദിക്കാൻ. ഇലൈഹി തആല വസ്തിംദാദ് അൽ മഅൂന വതൗഫീഖ് മിൻ. അതേപോലെ ഇലൈഹി തആല അള്ളാഹുവിലേക്ക് അഭിമുഖീകരിക്കണം, അള്ളാഹുവിന്റെ മഅൂനത്ത് തേടണം, തൗഫീഖ് ചോദിക്കണം. ലിൽ ഹിദായ ഇലാ മാ യാജിദുൽ അബ്ദാണ്. എന്തിനാ ചോദിക്കേണ്ടത്? ഒരു മനുഷ്യന് സ്വന്തമായി ആവാത്ത, അവൻ ആജിസായി വരുന്ന രംഗമുണ്ട്. ആ രംഗത്ത് അവരെ അങ്ങോട്ട് നയിക്കാൻ, അവൻ ആജിസാകുന്ന രംഗത്തേക്ക് അവനെ അങ്ങോട്ട് നയിക്കാൻ അള്ളാഹുവിന് പ്രത്യേക തൗഫീഖ് വേണം, സഹായം വേണം എന്ന് ചോദിക്കും. ഇങ്ങനെ പറയുമ്പോൾ യതഖറജു തഫ്സീറുൽ ഹസൻ ലിഖൗലിഹി തആല. അപ്പോ ഹസൻ റളിയല്ലാഹു അൻഹു ഈ വഖിന അദാബന്നാർ എന്നുള്ളതിന് പറഞ്ഞൊരർത്ഥമുണ്ട്. അത് ഇങ്ങനെ കിട്ടും. എങ്ങനെ കിട്ടുക? ഇഹ്ഫദ്നാ മിൻ ശഹവാത്തി വദ്ദുനൂബിൽ മുഅദ്ദിയ ഇലൈഹ. നരകത്തിലെ ശിക്ഷയിൽ നിന്ന് കാക്കണമെന്നുണ്ടാൽ നരകത്തിലേക്ക് എത്തിക്കുന്ന ദമ്പുകളിൽ നിന്നും അതിനിടയാക്കുന്ന ഷഹവത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണോ റബ്ബേ എന്ന അർത്ഥത്തിലാണ് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു. فطلب الحياة الحسنة في الدنيا يكون بالأخذ بأسبابها المجربة في الكسب والنظام في المعيشة. ഇനി ദുനിയാവിലെ ഹസനത്ത് ആയിട്ടുള്ള ജീവിതം തേടുക എന്ന് പറഞ്ഞാൽ, ഒരു നല്ല ജീവിതം തേടുക എന്ന് പറഞ്ഞാൽ അതിനെന്ത് വേണം? അതിന്റെ അസ്ബാബുൽ മുജറബ, അതായത് എല്ലാവരും അംഗീകരിക്കുന്ന, പരിശോധിച്ചറിയപ്പെട്ട അതിന്റെ സബബുകൾ സ്വീകരിക്കണം. ഫിൽ കസ്ബ്, സമ്പാദ്യത്തിന് മുജറബത്തായിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അസ്ബാബ് സ്വീകരിക്കണം. നിളാം ഫിൽ മഈഷ, ജീവിത വ്യവസ്ഥയും സ്വീകരിക്കണം. അതുപോലെ വഹസ്നുൽ മുആശറത്തിന്നാസ് ബി ആദാബി ശരിയ വൽ ഉർഫ്, ജനങ്ങളുമായിട്ട് ശരീഅത്തിന്റെ നിയമങ്ങളും സാമൂഹിക മര്യാദകളും വെച്ചുകൊണ്ടുള്ള ഏറ്റവും നല്ല പെരുമാറ്റം കാഴ്ചവെക്കണം. അങ്ങനെ ചെയ്തുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. പിന്നെ ഖസ്ദുൽ ഖൈർ ഫിൽ അമാലി കുല്ലിഹ, എല്ലാ അമലുകളിലും ഖൈറ് തേടുക, ഖൈർ ഉദ്ദേശിക്കുക എന്നുള്ള സംഗതിയും വേണം. ഉദ്ദേശം മാറിപ്പോരുത്. തവഖി ശുറൂർ കുല്ലിഹ, എല്ലാ ഷർറുകളെയും സൂക്ഷിച്ച് മാറ്റി നിർത്തുക എന്നുള്ളതും വരണം. തലബുൽ ഹയാത്തിൽ ഹസന ഫിൽ ആഖിറ യകുൻ ബിൽ ഈമാനിൽ ഖാലിസ് വമകാരിമിൽ അഖ്ലാഖ്. ഇനി പരലോകത്ത് ഹസനത്തായ ഹയാത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തേടേണ്ട എങ്ങനെയാണ്? അതിന് ഖാലിസായ സംശുദ്ധമായ ഈമാൻ വേണം, മാന്യമായ മഹിതമായ സ്വഭാവ ഗുണങ്ങൾ വേണം. പിന്നെ വൽ അമൽ അസ്സാലിഹ് ബിഖദ്രി ഇസ്തിതാഅ, ആ മനുഷ്യന് സാധ്യമാനത്ര സത്പ്രവർത്തനങ്ങളും വേണം. വത്ലബിൽ വിഖായ മിനൻ നാർ, നരകത്തിൽ നിന്നുള്ള സംരക്ഷണം തേടേണ്ടത് എങ്ങനെയാണ്? യകുൻ ബി തർക്കിൽ മആസി, പാപങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വേണം അത്. വജ്തിനാബി റദാഇൽ, നീചകർമ്മങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് വേണം. വശഹ്വാത്തുൽ മുഹറമ, ഹറാമായ ഷഹ്വത്തുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് വേണം. പരലോകത്തിന് രക്ഷ വേണമെന്ന് ചോദിക്കല്. പിന്നെ മഅൽ ഖിയാം ബിൽ ഫറായിദുൽ മുഹത്തമ, നിർബന്ധമായ ഫരീളത്തുകളെല്ലാം നിർവഹിക്കുകയും വേണം. ഹാദാ ഹുവ ത്വലബ് ബിലിസാനിൽ ഖൽബ് വൽ അമൽ. അപ്പൊ അതിന് മനസ്സിലായത് നമ്മുടെ ഖൽബും അമലും കൂടി പങ്കെടുക്കുന്ന ഒരു ത്വലബാണ്. സാധാരണ ലിസാൻ മാത്രമല്ല, ഖൽബും അമലുമാകുന്ന ലിസാനും കൂടി ഉള്ള അടങ്ങുന്ന ത്വലബാണ്. ത്വലബ് ലിസാനിൽ മഖാൽ, എന്നാൽ വെറും വർത്താനം പറയുന്ന നാവ് കൊണ്ട് ത്വലബ് എന്നുള്ളത് അത് ശരിയാവപ്പോഴാണ് ഈ സബബുകളെല്ലാം അള്ളാഹുവിൽ നിന്നാണ് എന്ന് കൽബ് ഓർക്കുന്ന ഒരു രംഗത്ത് അത് ശരിയാവും. അപ്പോൾ യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് അതിനു വേണ്ടി ഒരാൾ മെനക്കെടുക, അധ്വാനിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവാഹം, നന്മ, അത് തേടൽ തന്നെയാണ്. ഒരാൾ ദുനിയാവിലെ സാലിഹായ നാഫിയായ ഒരു അമൽ ചെയ്യുന്നു, ഹലാലായ അമൽ ചെയ്യുന്നു തന്റെ ജീവിത വ്യാപാരത്തിന് വേണ്ടി. അപ്പൊ അള്ളാഹുവിന്റെ ഇഹ്സാൻ തേടൽ തന്നെയാണ് അത് ആ പണി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചൊല്ലി പറയണമെന്നില്ല. ആ പ്രവർത്തനം ജീവിതമൊക്കെ തന്നെ ദുആആണ്. മല്ലത്ത് സുന്നത്തുഹു ബിഹാ ഫളല മിൻഹു റഹ്മ. ഇങ്ങനെ ഒരാൾ അധ്വാനിച്ചാൽ, ശരിയാം വിധം അധ്വാനിച്ചാൽ അവൻ അതിന്റെ ഫലമായി ഫളലും റഹ്മത്തും കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. നേരത്തെ തന്നെ ഉള്ളതാണ്. മലത്ത് എന്ന നേരത്തെ തന്നെ ഉള്ളതാണ്. ലാ ബി ഖവാരിഖിൽ ആദാത്ത്, അല്ലാതെ അമാനുഷ അസാധാരണ സംഭവങ്ങളിലൂടെ അല്ല അള്ളാഹു അവനെ സഹായിക്കുന്നത്. അത് അമ്പിയാക്കൾക്കൊക്കെ പറഞ്ഞ സംഗതിയാണ്.
കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അലത്തില്ലായാലും മഹല്ലഹ വഹിക്മത്തഹ, അങ്ങനെയുള്ള അസാധാരണ സംഭവങ്ങൾ, മുഅ്ജിസാത്തായ കാര്യങ്ങൾ അതെവിടെ വേണം, അതിന്റെ ഹിക്മത്ത് എന്ത്, അതൊക്കെ അള്ളാഹ്ക്ക് മാത്രം അറിയൂ, വേറെ ആർക്കും അറിയില്ല. വനഹു ലാ യർജു ഇലാ സിവാഹു ബിൽ ഹിദായ ഇല്ലാ മാ ഖഫി. അതേപോലെ നമുക്ക് ഗോപ്യമായ വാഹിറല്ലാത്തൊരു സംഗതിയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ആ എത്തുന്നതിന് അള്ളാഹുവിന്റെ സഹായം മാത്രം അത് ഇടേണ്ടത്, മറ്റാരുടെയും അടുക്കിലേക്ക് അതിനു വേണ്ടി നമ്മൾ മടങ്ങാൻ പാടില്ല. അപ്പോൾ മകനത്തെ അല മാസുറ, അതേപോലെ പ്രയാസകരമായതിനെ സഹായിക്കാൻ അള്ളാഹുവിനോട് ഇതിനടുത്ത് ദുനിയാവ് മാത്രം ചോദിക്കുന്നവരുണ്ട്. ദുനിയാവിലും എന്നാൽ ഈ പ്രത്യേകം പ്രസ്താവ്യമാണ്. വലം യദ്കുർ ഫി തഖ്സീം മൻ ലാ യത്ലുബു ഇല്ലാ ഹസനത്തുൽ ആഖിറ, പരലോകത്തെ ഹസനത്ത് മാത്രം ചോദിക്കുന്ന ഒരു കൂട്ടരെ ഈ വിഭജനത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇതാണ് തഖ്സീമ ലിബയാനി മാ ലഹി അസ്ഫുൽ ബാഖി വനഫ്സിൽ അമർ ബിഹസ്ബി ദാഇൽ ജിബില്ല വതശീർ തർബിയ വഹദീദ്ദീൻ. ഹുദദ്ദീൻ എന്നും വായിക്കാം. അപ്പൊ എന്താണ് ഈ വിഭജനം? ഈ വിഭജനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആക്ച്വലി ജനങ്ങൾ ഉള്ളത് എവിടെ ഉണ്ടോ അതാണ് അള്ളാഹ് വിഭജിച്ച് പറയാം. എന്ന് ഷറാവിനോട് ബാധ്യത നൽകി യഖ്ദുർ അലൈഹി മിൻ അസ്ബാബിഹി, തനിക്ക് കഴിയാവുന്ന മാർഗങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ദുനിയാവ് വേണ്ടി അധ്വാനിക്കുക, ദുനിയാവിന് നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ഷറഅ് ആന്തരികമായി ഒന്നാണ്. ആന്തരികമായി ഖബീഹാണ്, മോശമാണ്. ഫലായത്തു ഖിതാബ് ലിഖിയാരി സ്വഹാബ വഹുവ ശൈഖുഹു മിൻ സൂഫിയ ലം യബ്ലുഗു മദ്ദഹദിഹിം വലാ തസയ്യിഫ്. ഈ ആയത്ത് ഏറ്റവും ഉത്കൃഷ്ടരായ സഹാബികളോട് അടക്കമുള്ള അള്ളാഹുവിന്റെ ഖിതാബാണ്. എന്നാൽ ഈ പറഞ്ഞ സൂഫി ഷെയ്ഖും അദ്ദേഹത്തിന്റെ ഷെയ്ഖും ഒരിക്കലും ഈ സഹാബികളുടെ നീളം അവർക്കില്ല, അവരുടെ അടുത്ത് എത്തിയല്ല, അവരുടെ ശുദ്ധതയും ഇവർ ഉൾക്കൊണ്ടിട്ടില്ല. സഹാബിക്കുള്ള ഒരു ശുദ്ധത അതും ഈ സൂഫിക്ക് അതായിരുന്നാലും ഇല്ല. ശുദ്ധ എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോ ഒരാള് ദുനിയാവിനെയും ആഖിറത്തിനെയും ശരിക്ക് ഇറാദത്ത് ഉദ്ദേശിക്കുന്നുണ്ടാൽ ആ ഇറാദത്തിന് മർലാത്തില്ല, അള്ളാഹുവിന്റെ മർലാത്തിനെ ഇറാദത്ത് ചെയ്യലാണ്. അമലും ബി സുന്നത്തിഹി വശറഇ, അള്ളാഹു നൽകിയ നടപടിക്രമം മത നിയമം പാലിച്ച് അമൽ ചെയ്യലാണ്. വൽ മുറാദ് ഫി ദുനിയാ ഫീഹാ, ഇവിടെ ദുനിയാവിലുള്ള ഹസൻ എന്ന് പറയുന്ന ഉദ്ദേശങ്ങളിൽ അൽ ഗനീമത്ത് ഫിൽ ഹർബ് വബിൽ ആഖിറ അഷ്ഹാത്ത് ഫീ സബീലില്ലാഹ്, യുദ്ധത്തിൽ കിട്ടുന്ന ഗനീമത്ത് ഹസനത്തുൻ ഫി ദുനിയാണ്, ആഖിറത്തിലെ ഹസനത്തിന് അഷ്ഹാദത്ത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള രക്തസാക്ഷിത്വം എന്നാണ് മുറാദ് പറഞ്ഞത്. ഫഹൽ യുളന്നു ബി ജഹലിഹി, അപ്പോ ഈ ഒരു വ്യക്തിയെ അയാളുടെ ജഹലിന്റെ പേരിൽ നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? അന്ന മൻ ഷഹിദല്ലാഹു തആല ലഹും പിന്നഹും ബദലു അൻഫുസഹും ഫീ സബീലിഹി വനസറ റസൂല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ വ്യയം ചെയ്തവർ, റസൂലിനെ സഹായിച്ചവർ എന്ന് പറയുന്ന അള്ളാഹു പ്രത്യേകം പരാമർശിക്കുന്ന ആൾക്കാർ വാസറു ഷഹാദത്തിൽ ഖിതാൽ അൽ ഗനീമ, ഗനീമത്തിനേക്കാൾ യുദ്ധത്തിലെ രക്തസാക്ഷിത്വം സ്വീകരിച്ച ആൾക്കാർ അന്നഹും ലാ യുരീദൂനല്ലാഹ്, അവർ ദുനിയാവില് അള്ളാഹുവിനെ ഇറാദത്ത് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റും. ആ പരലോകത്തെ ലക്ഷ്യം വെച്ചു
ഒരു അള്ളാഹുവിനെ തന്നെ ഇറാദത്ത് ചെയ്യുന്നത്. ഈ സൂഫി പറഞ്ഞമാതിരി അള്ളാഹിനെ ഇറാദത്താക്കാൻ വേറെ ഒരു ടീം വരേണ്ടതില്ല. വഖദ് വർദ ഫി സ്വഹീഹ് അന്നൽ ആയത കാനത് അക്സറ ദുആഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മറ്റൊന്നുള്ളത് റബ്ബനാ ഫിദ് ദുനിയ എന്നുള്ള ഈ പ്രാർത്ഥനയായിരുന്നു നബിയുടെ ദുആകളിൽ ഏറ്റവും കസീറായിട്ട് വന്നിരുന്നത്. ഫഹൽ യദ്ദഇ ദാലിക സൂഫിയു വഅംസാലുഹു മിനൽ ഗുലാത്ത്. അപ്പൊ ഈ സൂഫിയും ഇദ്ദേഹത്തെ പോലുള്ള തീവ്രവാദികളും വാദിക്കുമോ അന്നഹും അശദ്ദു ഹുബ്ബൻ മിൻഹു ലില്ലാഹി വതലബൻ ലഹു അസ്സ വജൽ, ആ നബിയേക്കാൾ ഏറെ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആൾ താനാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആൾ താനാണ് എന്ന വീരവാദം എങ്ങാനും മുഴക്കുമോ? അഖൂൽ കല്ല ഇന്നമാ ഹിയ ഫൽസഫ ഖയാലിയ മിൻ ഖയാലാത്തി വഹദത്തുൽ വജൂദ് അൽ ബർഹമിയ്യ അൽ ഹിന്ദിയ്യ. ഞാൻ പറയട്ടെ, ഇത്തരം ചിന്തകൾ വരുന്നത് ഇന്ത്യൻ ബ്രാഹ്മണിസത്തിന്റെ ഉൽപ്പന്നമായിട്ടുള്ള വഹദത്തുൽ വജൂദ് എന്ന് വെച്ചാൽ എന്താ, എല്ലാം ഒന്നാണ് എന്ന് പറയുന്ന, രണ്ടാമതൊന്നില്ല എന്ന് പറയുന്ന വാദം ഉണ്ടല്ലോ, വഹദത്തുൽ വജൂദ്. ആ വഹദത്തുൽ വജൂദിന്റെ വിഭാവനകളിൽ ഒരു വിഭാവന മാത്രമാണ് ഈ പറയുന്ന ചിന്ത. ഇസ്ലാമായിട്ടൊരു ബന്ധവുമില്ല, ഇന്ത്യൻ ബ്രാഹ്മണിസമാണ് അതിന്റെ പേര്. അത് ശുഗ്ല ബിഹ അഫ്റാദുൻ അൻ ഫിത്രത്തില്ലാഹി വശർഇഹി. അള്ളാഹുവിന്റെ ഫിത്രത്തും അള്ളാഹുവിന്റെ ശറഅൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇതിന്റെ പിന്നാലെ ശുഗ്ലായ കുറച്ച് ആൾക്കാരുണ്ട്. ഫജാലുഹ അല മറാത്തിബിൽ ഉബൂദിയ്യ. എന്നിട്ട് അവരെ ധാരണ കൊണ്ട് എന്താ പറഞ്ഞു വെച്ചാൽ അള്ളാഹുവിനോടുള്ള അടിമത്വത്തിന്റെ ഏറ്റവും വലിയ ആല മർത്തബ അതാണ്. ദുനിയാവൊക്കെ മാറ്റി പൂർണ്ണമായ വിരക്തി ദുനിയാവിനോട് പുലർത്തി ഇങ്ങനെ ഒരു ഹാലിൽ ജീവിക്കലാണ് വലിയ ഉബൂദിയ്യത്ത്. അവലു ലഹ ബാദൽ കിതാബിൽ അസീസ് ഖൗലിഹി തആല. ചില ആയത്തുകൾ അവർ തങ്ങൾക്ക് വേണ്ടി വ്യാഖ്യാനിച്ച് വളച്ചൊടുക്കുകയും ചെയ്തു. യുരീദുന വജ്ഹഹു എന്ന് പറയുന്ന അന്നാമിലെ ആയത്തൊക്കെ അങ്ങനെയാണ്, തങ്ങൾ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കുന്നു. ഫമാ ഇറാദത്തു വജ്ഹിഹി തആല ഇല്ലൽ ഇഖ്ലാസ് ലഹു ഫീ കുല്ലി അമൽ മശ്റൂ മിൻ മസാലിഹി ദീൻ വ ദുനിയ. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഖിറത്തിലുമുള്ള ദീനിന്റെയും ദുനിയാവിന്റെയും മസ്ലഹത്തിന് വേണ്ടിയുള്ള മശ്റൂ ആയിട്ടുള്ള അമലുകളെല്ലാം ചെയ്യുക, അത് പൂർണ്ണ നിഷ്കളങ്കതയോടുകൂടി ചെയ്യുക, അതിൽ വേറെ ചിന്തയൊന്നും കടന്നു വരരുത്. അതാണ് ഇഖ്ലാസ്. അള്ളാഹു കൂടി അറ്റ അള്ളാഹു കാണട്ടെ എന്നുള്ള ചിന്ത മാത്രം ദുനിയാവിലെയും ആഖിറത്തിലെയും കാര്യങ്ങൾക്ക്, അതാണ് ഇഖ്ലാസ്. അതാണ് അള്ളാഹുവിന്റെ വജ് ഉദ്ദേശിക്കൽ എന്ന് പറഞ്ഞത്. വതഹരി ഹിദായത്തി ദീനിഹി ഫീഹി. അതോടൊപ്പം അള്ളാഹുവിന്റെ ദീന് കൊണ്ടുള്ള ഹിദായത്ത് വേണമെന്ന് ലക്ഷ്യം വെക്കലുമാണ് ഇറാത്ത് വജിഹില്ലാഹി. അല്ലാതെ ലാമാ തഖയ്യലൂഹു, അവർ ഭാവനയെ കണ്ടതല്ല. അന്ന ഇറാത്ത് വജ്ഹി തആല ഹുവൽ വസൂൽ ഇലാ ദാതിഹി. അള്ളാഹുവിന്റെ ഇറാത്തുൽ വജ്ഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സത്തയിലേക്ക് വിലയം പ്രാപിക്കലാണ്. ബാദ തർജറു മിൻ കുല്ലി നിഅമിഹി ഫി ദുനിയ വൽ ആഖിറ ജമിഅൻ. ദുനിയാവിലേക്കും ആഖിറത്തിലേക്കും അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള എല്ലാ നിയമത്തിൽ നിന്നും മുക്തരായി അള്ളാഹുവിന്റെ സത്യയിലേക്ക് വിലയം പ്രാപിച്ച് ദൈവത്തിന്റെ ഭാഗമായി മാറലാണ് എന്ന് പറയുന്ന അദ്വൈത സിദ്ധാന്തമുണ്ട്. ആ അദ്വൈത സിദ്ധാന്തം അവരുടെ ഖയാൽ മാത്രമാണ്, അത് ഇസ്ലാമിക്ക് ബന്ധമല്ല. അലിയത്തിൽ ഖുദ്സിയ്യ അല്ലതി ലാ തുദ്രികുൽ ഉഖൂൽ വലാ തുൻഹിൽ അഫ്കാർ വലൽ അവഹാം. ഇങ്ങനെ പറയുന്ന സാധാരണ ബുദ്ധികൾക്ക് പ്രാപിക്കാനാവാത്ത, മനുഷ്യന്റെ വഹമിനും ഫിക്റിനും വസ്തുത കണ്ടെത്താനാവാത്ത ഈ അത്യുന്നത വിശുദ്ധ ദാത്തിലേക്ക് ബന്ധം ചേരുക എന്നത് അത്തരമൊരു പരിപാടിക്ക് ഇസ്ലാമിന്റെ ഷറയിൽ ഒരു തക്ലീഫ് എവിടെയില്ല. ഫലം യുരിദ് ബിഹി ഷറഅ, ഒരു ഷറഅ അത് ഉദ്ദേശിച്ചിട്ടില്ല. ബൽ ഇദ്റാഖു കുൻഹി ദവാത്തിൽ മഖ്ലൂഖത്തി ലഹു തആല വഖസ്താത്തി ഖൽഖിഹി. മറിച്ച് അള്ളാഹുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ദവാത്തുകളെ ഇദ്റാഖ് ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഖൽഖിന്റെ കഴിവിന്റെ അപ്പുറത്താണ് എന്നുള്ളതും കൂടി ആണ് അദ്ദേഹം പറഞ്ഞത്. വഇന്നമാ അലാ മറാത്തിബി മാരിഫത്തില്ലാഹി തആല ഫി ദുനിയ ഹിയ മാരിഫത്തു കുല്ലി ഷൈഇൻ ബിഹി. ഇനി ദുനിയാവില് അള്ളാഹുവിനെ യഥാവിധി അറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആലാ മർത്തബ എന്താ? മാരിഫത്തു കുല്ലി ഷൈഇൻ ബിഹി, എല്ലാ സംഗതികളെയും ആസ് ഇറ്റ് ഈസ് അറിയുക. ബിഹി എന്നാൽ അത് എങ്ങനെയാണോ അതനുസരിച്ച് അറിയുക. മാരിഫത്തുഹു ബി കുല്ലി ഷൈഇൻ വബി കുല്ലി ഷൈഇൻ, അതേക്കുറിച്ച് എല്ലാ നിലക്കും എല്ലാറ്റിലും ശരിക്കുള്ള അറിവ് നേടുക, അതാണ് ഉദ്ദേശം. അള്ളാഹുവിന്റെ വിശേഷ ഗുണനാമങ്ങൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദുആ ചെയ്യാം.
ഇമാ വിനാസിബ് താലഖ് ബിശൂനി ഇബാദി. അള്ളാഹുവിന്റെ ഏത് ഗുണം പറയലാണ് അടിമകളുടെ ശൂനുമായിട്ട് കൂടുതൽ ബന്ധം? അപ്പൊ കർണാമാന റബ്ബിനോട് കാരണം ചോദിക്കുക, എല്ലാം കേൾക്കുന്നവനെ എന്നിട്ട് എന്റെ ദ്വാ കേൾക്കണമേ എന്ന് പറയാം. അപ്പൊ അങ്ങനെ അനുയോജ്യമായ വസ്തു പറയാം പ്രാർത്ഥനയിൽ. ബിഹാദ ഫളല ജംഹൂർ ഹലിസുന്ന ഖിയാറുൽ ബശർ അല്ലൽ മലായിക അല്ലദീന യാബുദ് കുല്ലു മിൻഹും റബ്ബഹു ഇബാദ ഖാസ. ഈ അടിസ്ഥാനത്തിലാണ് അഹ്ലുസുന്നത്തിലെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് മനുഷ്യരിലെ ഉത്തമന്മാര് മലക്കുകളെക്കാളും ഹൈറാണ് എന്ന്. മലക്കുകളെക്കാൾ അവർക്ക് നന്മയുണ്ട് എന്ന് പറയുന്നതാണ്. കാരണം മലക്കുകൾ എന്ത് ചെയ്യാണ്? അള്ളാഹു നിശ്ചയിച്ച ഹാസ വിഭാഗത്ത് അള്ളാഹുവിന് വേണ്ടി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൽ വേറെ ഓപ്ഷനോ ചോയ്സോ മാറ്റോ ഒന്നും അവർക്കില്ല. മുഅ്മിനുൽ കാമിൽ എന്ന ഒരു പൂർണ്ണ മുഅ്മിനോ മൻ യഅരിഫു ഹഖ്ഖ റബ്ബിഹി അലാ ഇബാദിഹി, അള്ളാഹുവിന് അടിമകളിൽ നിന്ന് കിട്ടാനുള്ള എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് അവർക്കറിയാം. അമാ ശറഅഹ മിൻ ഹുഖൂഖി ബഅദിഹിം അലാ ബഅദ്, അതേപോലെ തന്നെ അള്ളാഹു നിശ്ചയിച്ച നിയമമാക്കി വെച്ച ഹക്കുകൾ, പരസ്പരമുള്ള ബാധ്യതകൾ അവർക്കറിയാം. വൽ ഖിയാം ഫീ കുല്ലി ദാലിക് ബിദിക്രിഹി വശുക്രിഹി വഹബ്ബിഹി വതവക്കുൽ അലൈഹി വഇഖ്ലാസ് ലഹു. ഇതെല്ലാം നിർവഹിക്കുമ്പോഴും അള്ളാഹുവിനോടുള്ള ദിക്ർ, ശുക്ർ, ഹബ്ബ്, തവക്കുൽ, ഇഖ്ലാസ് എല്ലാം കൂടെ ഉണ്ട്. വഅലാ മറാത്തിബി മാരിഫത്തിൽ ആഖിറ, ഇനി ആഖിറത്തിലെ മാരിഫത്തിന്റെ അലാ മർത്തബന്ധം മഖാമുർ റുഅ്യ, അള്ളാഹുവിനെ കാണാനുള്ള രംഗം. തജല്ലിഹില്ലാല, അള്ളാഹു അത്യുന്നതമായി പ്രത്യക്ഷപ്പെടുമ്പോൾ അള്ളാഹുവിനെ മറ നീക്കി കാണുക എന്നുള്ള അസുലഭ സന്ദർഭം. ജന്നാത്തിയാദി വലിസ്തിഗാൽ ബിദിക്ർ ജസാ അനിൽ അമൽ അൽ മുസ്ലിം ഇലൈഹി. അപ്പോ അമലിന്റെ കാര്യമൊന്നും പറയാതെ ജസാവിന്റെ കാര്യം മാത്രം പറഞ്ഞ ഷുലാബ എന്നുള്ളത് ജഹ്ലുൻ ലാ ഇൽമ ലാ മാരിഫ. ഇത് പോയത്താണ്, അതിലൊരു ഇൽമുല്ല, ഒരു മാരിഫത്തും ഇല്ല. സുമഖാലത്ത് അല ബയാനൻ ലിമൻ യസ്അലു അൻ ഹൗലാ. പിന്നെ അള്ളാഹു പറഞ്ഞു, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ വിഹിതവും ഫലം എന്തായിരിക്കും ചോദിക്കുന്നവർക്കുള്ള ബയാൻ എന്നോണം അള്ളാഹു പറയണം. ഉലൈക ലഹും നസീബും മിമ്മാ കസബു. അൽ-ഇശാറ ഉലൈക അല്ലദീന യത്ലബൂന സഅഅത്തദ് ദാറൈൻ. ഉലൈക എന്ന് പറയുമ്പോൾ ഇരു നാട്ടിലെയും ദുനിയാവിലെ ആഖിറത്തിലെയും സാദത്ത് തേടുന്നവർ, വൽ ഹസന ഫിൽ മൻസിലത്തൈൻ, ഇരു മൻസിലയിലെയും ഹസനത്ത് തേടുന്നവർ. ലിഅന്ന ഹുക്മൽ ഫരീഖ് അല്ലദീ യത്ലബു ദുനിയ വഹദഹ, കാരണം ദുനിയാവ് മാത്രം തേടുന്ന വിഭാഗത്തിന്റെ ഹുക്മ് അത് ഉലിമ മിൻ ഖൗലിഹി തആല വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പരലോകത്തിൽ ഖലാഖ് അവർക്കില്ല എന്നുള്ള വാക്കിലൂടെ അവരുടെ സ്ഥാനം ക്ലിയർ. ഫൈനൽ അത്ഫ യുഷ്ഇർ ബി മഹ്ദൂഫ്, ഇവിടുത്തെ അത്ഫ് ഒരു വാക്ക് മഹദൂഫാന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. തന്നഹു ഖാൽ ആദൽ ഫരീഖു ലഹു ഹദ്ദുഹു മിൻ ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഹദ്ദിൻ സവാ, അവർക്കുള്ള ഹദ്ദ് ദുനിയാവിൽ മാത്രമാണ്, പരലോകത്തെ ഹദ്ദില്ല. മജ്മൂഉൽ കലാം ഫിൽ ഫരീഖൈൻ ബിമാന ഖൗലിഹി തആല, രണ്ടു കൂട്ടരെയും കുറിച്ച് പറയാനുള്ള മജ്മൂഉൽ കലാം എന്താ? അള്ളാഹു പറഞ്ഞതുപോലെ മൻ കാന യുരീദു ഹർസൽ ആഖിറ നജിദ് ലഹു ഫീ ഹർസിഹി വമൻ കാന യുരീദു ഹർസദ് ദുനിയ നുഅ്തിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. അപ്പോൾ ആഖിറത്തിലെ കൃഷി വേണ്ടവന് ആ കൃഷി നമ്മൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. ദുനിയാവിലെ കൃഷി ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കും. പക്ഷെ ദുനിയാവ് മാത്രം ചോദിച്ചുകൊണ്ട് പരലോകത്ത് അവനൊരു വിഹിതവും ഉണ്ടാവില്ല. ശൂറ 20. وفي بينة الآية صريحا أنهم يعطون ما دعا الله تعالى فيه كسبه. وهذا نص فيما تقدم من الدعاء. അവൻ നേരത്തെ പറഞ്ഞ ദുആന്റെ അർത്ഥത്തിൽ ആകത്തുക ഇതാണ്. وأنه لا بد أن يكون طلب اللسان مطابقا لما في النفس من الشعور بالحاجة إلى الله تعالى. ലിസാൻ കൊണ്ടുള്ള ചോദ്യം ഒരാളുടെ നഫ്സിലുള്ള അനുഭവത്തിനോട് ഒന്നിച്ചു വരണം, അപ്പോഴേ ആത്മാർത്ഥം ഉണ്ടാവും. അതിൽ അഹ്ദിബിൽ അസ്ബാബ് വസ്സായി ഫി തുറൂഖ്, അതോടൊപ്പം തന്നെ അതിനു വേണ്ട സബബുകൾ, കാര്യകാരണ ബന്ധങ്ങൾ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് വേണം. പിന്നെ അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ ഏതെല്ലാം നിലക്ക് കഴിഞ്ഞു എന്നുള്ളത് അതിന് യാതൊരു മാറ്റമില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ ആ നടപടിക്രമങ്ങൾക്കനുസരിച്ച് സായി ചെയ്യുക എന്നുള്ളത്, സായി ചെയ്യുക, അതിന് അധ്വാനിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് മനസ്സിലാക്കാം. വലിഹാദാ ഖാൽ മിമ്മാ കസബു ഉലൈക ലഹും നസീബു മിമ്മാ കസബു എന്നാണ് പറഞ്ഞത്. ഉലൈക ലഹും നസീബു മിമ്മാ തലബു എന്ന് പറഞ്ഞില്ല. ശ്രദ്ധയാണത്. അവർ തേടിയത് അവർക്ക് കിട്ടുന്നല്ല,
അവർ നേടിയത് അവർക്ക് കിട്ടുന്ന, അവർ ദുനിയാവെന്ന് നേടിയത് അവർക്ക് കിട്ടും പരലോകത്ത്, അവർ തേടിയത് അവർക്ക് കിട്ടും എന്ന് പറയുന്നില്ല. അപ്പോൾ മാന അന്നഹും ലമ്മാക്കാൻ ദുനിയാബി അസ്ബാബിഹ, അവർ ദുനിയാവിനെ അതിന്റെ കാരണങ്ങളിലൂടെ അതിന്റെ മാർഗങ്ങളിലൂടെ തേടുകയും വൈസാവനിൽ ആഖിറ സായ, പരലോകത്തിന് വേണ്ടി അതിൻ്റെതായ അധ്വാനം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നവരാണ്. കാനലഹും ഹർദം മിൻ കസ്ബിഹിം ഹാദാ ഫിദ്ദാറൈൻ അലാ ഖദ്രിഹി. അങ്ങനെ ചെയ്യുമ്പോൾ ദുനിയാവെന്നും ആഖിറത്തെന്നും ഉള്ള അവരുടെ ജീവിതത്തിന് അവരുടെ ഈ കസ്ബിൽ നിന്നുള്ള വിഹിതം അല്ലാഹു തആല കൊടുക്കും. അവർ നേടിയത് സമ്പാദിച്ച എന്താണോ അത് പരലോകത്ത് അനുഭവിക്കും. അല്ല പറഞ്ഞതും പൂജിച്ചവും ഉദാഹരണവും മാത്രമല്ല എന്നാണ്. അല്ലാഹു സരീഉൽ ഹിസാബ്, വേഗം വിചാരണ പൂർത്തിയാക്കുന്നവരാണ് അല്ലാഹു. യുഫി കുല്ല കാസിബിൻ അജ്റഹു അഖിബ അമലിഹി ബിഹസ്ബി, സമ്പാദിക്കുന്ന ഓരോരുത്തർക്കും അവന്റെ അമലിന്റെ തൊട്ട് പിന്നാലെ ആ അമലിനനുസരിച്ച് കൂലി കൊടുക്കും. എന്ന സുന്നത്തഹു മലത്ത് തക്കുന റായ് ആസാർ ആമാൽ, കാരണം അള്ളാഹുവിന്റെ നടപടിക്രമം ആഗ്രഹങ്ങള് അമലുകളുടെ ആസാറായിട്ട് വരണമെന്ന്. ബഹുഫി കുല്ല ആമിലിൻ അമലഹുബിലായി, ഓരോ ആമിലിനും അവന് കൊടുക്കാനുള്ളത് ഒട്ടും സാവകാശം വരുത്താതെ കൊടുക്കും. ഒക്കമാക്കൂൻ ജസാ സലീം ഫി ദുനിയ, ദുനിയാവിൽ ജസാ വേഗത്തിലാകുന്ന പോലെ കദാലിക്കും ഫിൽ ആഖിറ, പരലോകത്ത് തന്നെ ആയിരിക്കും. പിന്നെ അസർ അമാൽ സാലിഹായ യുഹ്റുൽ മർഇ അഖ്ബൽ മൗത്ത്, ഒരു സാലിഹായ പ്രവർത്തനം ചെയ്ത ആൾക്ക് അതിന്റെ അസർ യൽഹർ അഖ്ബൽ മൗത്ത്, മരണം കഴിഞ്ഞ ഉടനെ ആൾക്ക് അതിന്റെ അസറുകൾ സാഹിറായി വരും. ബഹു അവ്വൽ ഖാദമിൻ യളഹു ഫി ബാബി ആലിമിൽ ആഖിറ, പരലോകമാകുന്ന ലോകത്തേക്ക് ആദ്യ വാതിൽ കഴിഞ്ഞവൻ ആദ്യ പടിയെടുത്തു വെച്ചാണ് പദമാണ്. വഹദ അഹ്സൻ ബയാൻ ലിമാ ഖാലു തഫ്സീർ സരീഉൽ ഹിസാബ് അന്ന ഇജാബത്തു ദുആ. അള്ളാഹു വിചാരണ വേഗം പൂർത്തിയാക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വേഗം നൽകുന്നവൻ എന്ന ഒരു വ്യാഖ്യാനാണ് ഇവിടെ പറയുന്നത്. വലക്സറൂൻ അലാന മുറാദ ഹിസാബുൽ ആഖിറ, എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പരലോകത്തെ ഹിസാബാണ് എന്ന് വ്യാഖ്യാനിച്ചവരും കുറേ പേരുണ്ട്. തലഫുഫി കൈഫിത്താരി, എന്നാൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക എന്നുള്ളതിൽ അവർക്ക് ഇഖ്തിലാഫുണ്ട്. അല്ല അഖ്വാലിഹ അഖ്റബുഹ അൽ തസവ്വുർ അന സൂറത്തുൽ ഹിസാബ് ഇബാറത്തുൻ അൻ ഇത്ലാഇ കുല്ലി ആമിൽ അലാ അമലി ഔ യുലാമുഹു ബിമാ ലഹു ബിമാ കസബ്. അപ്പോ സൂറത്തുൽ ഹിസാബ് എന്ന് പറഞ്ഞാല് ഓരോ ആമിലും ചെയ്ത കാര്യം കൃത്യമായി നോക്കിക്കാണുക, അറിയുക, എന്നിട്ട് അവൻ നേടിയതിന്റെ അധ്വാനത്തിന്റെ ഫലം എന്നോണം ഇന്നതാണ് അവന് കിട്ടാനുള്ളത് എന്ന് അവൻ അറിയിക്കുക. അതേപോലെ അവൻ നേടിയതെന്തോ അതവനുണ്ടാവും. ഈ പറഞ്ഞ ഒരു നിമിഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ വെറുതെ അല്ലാഹു തആല യുഹാസിബുൽ ഖലായിഖ കുല്ലഹും ഫീ മിഖ്താർ നിസ്ഫി യൗമിൻ അയ്യാമി ദുനിയ, ദുനിയാവിലെ യൗമിന്റെ പകുതിയോളം പോകുന്ന ഒരു സമയം കൊണ്ട് അള്ളാഹു സകല സൃഷ്ടികളുടെയും ഹിസാബ് പൂർത്തിയാക്കുമെന്ന് എന്ന ഹദീസുണ്ട്. ഓർദ ഫീ ഖദരി ഫവാഖിൻ നാഖ ഓർദ ബി മിഖ്താരി ലംഹത്തുൽ ബസർ, അങ്ങനെ ഒട്ടകത്തിന്റെ ഫവാക്ക് അല്ലെങ്കിൽ ഒരു കണ്ണ് ചുമ്പുന്ന സമയം എന്നൊക്കെ പറഞ്ഞ അളവൊക്കെ അതിന് പറഞ്ഞിട്ടുണ്ട്. അഖുൽ ഹാദാ മാ കുൻതു കതബ്തു ഫി തഫ്സീർ അൽ-ആയാം അലൈഹി ഖററ ശൈഖുന മിൻ കൗനി നസീഫിഹ ഷാമിലൻ ലിജസാഇ ഹാദിൽ ഫരീഖ് ഫി ദുനിയ വൽ ആഖിറ മാ. അപ്പോ പരലോകത്ത് അവർക്ക് വിഹിതമില്ല എന്ന ആയത്തിന്റെ ഒരു വേളയിൽ ഇവർക്ക് അള്ളാഹു നിശ്ചയിച്ച നസീബ് ദുനിയാവിലെ ആഖിറത്തിലെയും ഫരീഖിന്റെ ജസാഇന് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിശാല അർത്ഥമുള്ളതാണ് എന്നാണ്. ഖുതുബി ഹയാത്തിഹി, ഈ ഒരു തഫ്സീർ അദ്ദേഹം ജീവിതകാലത്ത് മത്ബൂആയിട്ടുണ്ട്. സമഫക്കർത്ത് ബി താബീർ അൻഹു ബിമിനി തബഈലിയ, പിന്നെ ഞാൻ ചിന്തിച്ചു മിമ്മ കസബു എന്ന തബഈലിന്റെ അവർ സമ്പാദിച്ചതിൽ നിന്നുള്ള അല്പം എന്ന് പറയാവുന്ന മീൻ എന്ന് പറയുമ്പോൾ ഒരു അല്പം എന്ന വാളിന്റെ അർത്ഥം കൂടി ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞ എന്താന്ന് ചിന്തിച്ചു. വൽ ഹാൽ അന്ന ജസാ അൽ ആഖിറ വാ, ശരിക്ക് ഹാൽ എന്താണ്? പരലോകത്തെ പ്രതിഫലം ഇരട്ടിയായിട്ട് അല്ലാത്തത് കൊടുക്കുന്നുള്ളതാണ്, കുറക്കല്ല, കൂട്ടുക ചെയ്യാം. വാന ദുനിയ ഹിയല്ലത്തില എനാൽ നസ്ഫിഹ കുല്ലമാത്തും ബിക്കസ്ബി, ദുനിയാവാണ് ആൾക്കാരുടെ സമ്പാദ്യത്തിനനുസരിച്ചെല്ലാം ആഗ്രഹിക്കുന്നെല്ലാം കിട്ടാത്ത ഇടം. പിന്നെ സൂറത്തുൽ ഇസ്രായിൽ ആയത്തും ഇതിന് തെളിവായിട്ട് ഞാൻ കൊണ്ടുവരണം എന്നുള്ളവർ പറഞ്ഞു. അജ്ജൽനാലഹു ഫിഹാ മൻ യശാഉ ലിമൻ യുരീദ് എന്ന് പറയുന്ന 18-ാം ആയത്ത്. മൻ കാന യുരീദുൽ
ആജില അജൽനാഹു തീരുമാനിച്ച ഒരാള് ദുനിയാവ് ഉദ്ദേശിക്കുകയാണെങ്കിൽ നാം ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നത്ര ദുനിയാവ് വേഗം കൊടുക്കും. പിന്നെ ജഹന്നം കൊടുക്കും, അതിലവൻ മതമും മധുഹൂറുമായിട്ട് വെന്തെറിയും. എന്നാൽ ആഖിറ ഉദ്ദേശിക്കുകയും ആഖിറത്തിന് വേണ്ടി അധ്വാനിക്കേണ്ടതോ അധ്വാനിക്കുകയും ചെയ്താൽ അവരുടെ അള്ളാഹുവിങ്കൽ ഇതോടുകൂടി സ്വീകരിക്കപ്പെടും എന്നാണ് ഇസ്രായേലിലെ ആയത്തുകൾ. റജഹ ഇന്ത്യ അനൽ മുറാദഹുന ബിൻ നസീബ് മിനൽ കസ്ബി മയക്കുൻ ബിൻ ദുനിയ. അപ്പൊ അത് വെച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ അടുക്കൽ പ്രാമുഖ്യം കിട്ടിയ അഭിപ്രായം, റുജഹാൻ എന്ന അഭിപ്രായം, നസീബ് എന്ന് പറഞ്ഞാൽ അവന്റെ ദുനിയാവിൽ നിന്ന് കിട്ടുന്ന വിഹിതം എന്ന് തന്നെയാണ് ഉദ്ദേശം. ഹിസാബ് പരലോകത്തെ ജസ എന്താ? അള്ളാഹു താല വിചാരണ വേഗം പൂർത്തിയാക്കും. അല്ലെങ്കിൽ ജസാവ് വ്യാസരി അതിന് പിന്നാലെ പിന്നാലെ ജസാവ് ഉണ്ടാവും. ബഹുമഹക്കത്ത് വഞ്ചും. ഇതാണ് ജംഹൂർ പറഞ്ഞ അഭിപ്രായമായിട്ട് ഞാൻ ഉദ്ധരിച്ചത് എന്നാണ്. സുമ്മ കാലത്താല ബലൻ അമർ ബിക്രിഹിന്റെ മഷറിൽ ഹറാം. പിന്നെ വസ്കുറുല്ലാഹിന്റെ മഷറിൽ ഹറാം എന്ന ആയത്തെ പറഞ്ഞത്. മഷൽ ഹറാമിന്റെ അടുത്ത് വെച്ച് അള്ളാഹുവിന്റെ ദിക്ർ നിങ്ങൾ പറയണം, പ്രാർത്ഥിക്കണം. ഒക്കാനുല്ല ഇക്കുറുനഹൂന, അവര് ആ ദിക്ർ അവിടുന്ന് ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പൊ ഇക്രിഹി തമാമി ഖലാഇൽ മനാസിക് ബലയാൽ മിനൻ ഐസുഖാനി യസ്കുറു മഫാഖിറാബായി. അതേപോലെ മനാസിക്കെല്ലാം കഴിയുമ്പോൾ അയ്യാമിലെ മിനയിലെ അയ്യാമ് കേട്ട് മനാസിക് കഴിഞ്ഞാൽ പിന്നെ അവർ തങ്ങളുടെ പൂർവികരുടെ അപദാനങ്ങൾ പറഞ്ഞ് അയ്യമ്മ ഫഖർ പറയലായിരുന്നു പതിവ്. അത് തിരുത്താൻ അള്ളാഹ് പറഞ്ഞു, ഫസ്കുറുല്ലാഹി ബി അയ്യാമിൻ മഅദൂദാത്ത് എന്ന് പിന്നാലെ. ഹക്കൽ ഖുർത്തുബി അൻ ഹാഫിദ് ബിൻ അബ്ദുൽ ബർ വഗൈരി അൽ ഇജ്മാഉ അലാ അന്നൽ അയ്യാം അൽ മഅദൂദാത്ത് ഹിയ അയ്യാമു മിനൻ. എണ്ണപ്പെട്ട ദിനങ്ങളിൽ അള്ളാഹുവിനെ ദിക്ർ ചെയ്യണം. ആ എണ്ണപ്പെട്ട ദിനങ്ങൾ എന്ന് പറയുമ്പോൾ ഖുർത്തുബി പറയാണ് അയ്യാമു മിനൻ എന്ന് വെച്ചാൽ അയ്യാമു തശ്രീഖ് സലാസ മിൻ ഹാദി അഷർ ദിൽഹിജ്ജ ഇലാ സാലിസ് അഷർ. ദിൽഹജ്ജ് 11, 12, 13 അതാണ് അത്ര അയ്യാം മഅദൂദാത്ത്. വയഖീദുഹു ഹദീസ് അബ്ദുറഹ്മാൻ ബിൻ യാമുർ ഇൻദ അഹ്മദ് വഅസ്ഹാബി സുനൻ അർബഅ ഇന്ന നാസ മിൻ അഹ്ലി നജ്ദ് അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ വാഖിഫുൻ ബി അറഫ. ഒരു കൂട്ടർ നജ്ദിൽ നിന്ന് വന്നു. നബി അറഫയിൽ നിൽക്കുകയാണ് ഹജ്ജിൽ. അപ്പോ അന്നേരം ഫസാലൂഹു ഫഅമറ മുനാജിൻ മുനാജി അൽ ഹജ്ജ് അറഫ. അപ്പോ നബിയുടെ നിർദ്ദേശപ്രകാരം ഒരു മുനാദി വിളിച്ചു പറയേണ്ടി വന്നു, അൽ ഹജ്ജ് അറഫ മൻ ജാ ലൈലത ജം ഐ മുസ്ദലിഫ ഖബ്ല തുലുൽ ഫജ്ർ ഫഖദ് അദ്റക. ആരെയും മുസ്ദലിഫിന്റെ അന്ന് തുലുൽ ഫജ്റിന്റെ മുമ്പ് വന്ന് പെട്ടാലും അവന് കിട്ടി. അയ്യാമിന് സലാസ അയ്യാമിന് സലാസു അയ്യാം, മിനാ ദിവസങ്ങൾ തന്നെ 3 ദിവസമാണ്. എന്നാൽ ഹോൻ താജല ഫി യൗമൈൻ, 2 ദിവസം കൊണ്ട് അവൻ വേഗത്തിൽ പൂർത്തിയാക്കി പോവുകയാണെങ്കിൽ ഫലാ ഇസ്മാലൈ, കുറ്റല്ല. അവൻ താഖറ ഫലാ ഇസ്മാലൈ. എന്നാൽ 3-ാം ദിവസത്തിലേക്ക് അവൻ പിന്തി നിൽക്കുകയാണെങ്കിൽ അതിനും കുറ്റമില്ല. വാർദഫ റജുലൻ യുനാദി ബിഹിന്ന. ഇത് വിളിച്ചു പറയാൻ വേണ്ടി ഒരാളെ നബി പിന്നാലെ പറഞ്ഞയച്ചു. ഐ അർക്കബ റജുലൻ ഫറാഹു, ഇദ്ദേഹത്തിന് പിന്നില് വാനത്തിൽ കയറ്റി ഇത് വിളിച്ചു പറയാൻ വേണ്ടി ഒരാളായിരുന്നു. യുനാദി ബിഹൽ കലിമാർ യാരിഫന്നാസുൽഫക്കും, ആൾക്കാർ വെക്കുമ്പോൾ അറിയട്ടെ എന്നുള്ള ആൾക്ക്. ഫഹു അന്നമൻ അദ്റക അറഫ വലൗ ഫിൽ ലൈല അല്ലതി യൻഫുറു ബിഹൽ ഹാജ് ഇലൽ മുസ്ദലിഫ ലിൽ മബീതി ഫിഹ വഹിയ ലൈലത്തുൽ ആശിറ മിൻ ദിൽഹിജ്ജ ഫഖദ് അദ്റക അൽ ഹജ്ജ്. അപ്പൊ ശരിക്ക് അറഫയിൽ പകൽ വരണം, രാത്രി ആയി കഴിഞ്ഞ ശേഷം നിസ്കരിക്കാതെ അവിടുന്ന് പോകണം എന്നാണ് നിയമം. പക്ഷെ ഒരാളവിടെ എത്തിച്ചേരുന്നത് 10ാമത്തെ രാത്രി അഥവാ പിന്നെ ദുൽഹജ്ജ് 10ന്റെ തുടക്കം, ആ സമയത്ത് മുസ്ദലിഫയിൽ നിൽക്കേണ്ട സമയത്ത് ഒരാൾ അറഫയിൽ എത്തിയാലും ഹജ്ജ് കിട്ടുമെന്ന് ഇവിടെ പറഞ്ഞു എന്നുള്ളതാണ്. നയ്യാമിൻ സലാസ വഹില്ലത്തി യർമൂന ഫിഹൽ ജിമാർ, ജംറകൾ എറിയുന്ന ദിവസങ്ങൾ 3 ദിവസം. വയൻഹറൂന ഫിഹ ഹദിയഹും വളഹായഹും, മൃഗങ്ങൾ അറുക്കുന്ന ദിവസം. ഫമൻ ഫഅല ദാലിക ഫിൽ യൗമൈൻ അലവ്വലൈൻ മിൻഹാ ജാസലഹു, അത് ആദ്യത്തെ 2 ദിവസം കൊണ്ട് മാത്രം ചെയ്താൽ ജായിസാവും. മൻ താഖറ ഇല സാലിസ് ജാസലഹു, ദുൽഹജ്ജ് 13ലേക്ക് താഖുറായാൽ അതും ജായിസാവും. എന്നല്ല ബൽ ഹുവൽ അഫ്ളൽ, അതാണ് ഏറ്റവും മെച്ചം. എന്നൽ അസ്ലു, അതാണ് ശരി. വഫിഹി സിയാദത്തുൻ മിൽ ഇബാദ, 3ാമത്തെ ദിവസം കൂടി ഇബാദത്ത് പറയുമ്പോൾ ഇബാദത്തിൽ വർധനവുണ്ട്. വൽ ഹദീസ് മുഫസ്സിറുൽ അയ്യാം അൽ മഅദൂദാത്ത്. അപ്പൊ വദ്കുറുല്ലാഹി ഫി അയ്യാമിൻ മഅദൂദാത്ത് എന്നുള്ള അയ്യാമുൽ മഅദൂദാത്തിന്റെ തഫ്സീറാണ് ഈ ഹദീസ്. വഅലൈഹിൽ അമലു ഇൻദ അഹ്ലിൽ ഇൽം, അതന്നെയാണ് അഹ്ലുൽ ഇൽം അമലായി സ്വീകരിച്ചത്. കമാ ഖാല തിർമിദി ഫി ജാമിഉ, ഇമാം തിർമിദി പറഞ്ഞതുപോലെ. വഇന്നമ അമറ സുബ്ഹാനഹു ബിദ്ദിക്ർ ഫി ഹാദിൽ അയ്യാം, ഈ ദിവസങ്ങളിൽ ദിക്ർ വേണമെന്ന് അല്ലാഹു കൽപ്പിച്ചത്. വലം യഅ്മുർ യൗമൽ ബി റമിൽ ജിമാർ,
ജനമിൽ അമാലത്തി കാനു യാരിപ്പൂനാവലും ജിക്റ് വേണമെന്ന് അള്ളാഹ് കൽപ്പിച്ചു. എന്നാൽ ജംറകൾ എറിയണം എന്ന് ഇവിടെ പറഞ്ഞില്ല. അതവർക്കറിയാം, അവർ ചെയ്യുന്നുണ്ട്. ഒക്കെ ദക്കറഹും അലൈഹ ദക്കറ ദക്കറ അൽ മുഹിമ്മ അല്ലദീ ഹുവ റൂഹുദ്ദീൻ. അത് അള്ളാഹ് അംഗീകരിച്ചു. എന്നാൽ ഏറ്റവും പ്രധാനമായി മാത്രം അള്ളാഹ് പറഞ്ഞു ദീനിന്റെ റൂഹായിട്ടുള്ള ജിക്ർ എന്നുള്ളത്. ബഹു ജിക്റുല്ലാഹി തആല ഇൻദ കുല്ലി അമൽ മിൻ തിൽക്കൽ അമാൽ. ഏത് അമലായിരുന്നാലും ആ അമൽ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഹിം. വതിൽക സുന്നത്തു അൽ ഖുർആൻ ബിദിക്രി ഇഖാമത്തി സ്വലാത്ത്. ഇഖാമത്ത് സ്വലാത്ത് ഓർക്കുമ്പോൾ വേണ്ട കാര്യമായി ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആന്റെ അധ്യാപനത്തിന്റെ രീതി അതന്നെ. ഖുശൂ ഫിഹ, നിസ്കാരത്തിൽ ഖുശൂ വേണമെന്നുണ്ടാൽ അതും അതാണ്. ദിക്റുല്ലാഹി തആല ദുആ വതൈസീറു ദാലിക ബിഇസ്ലാഹി നുഫൂസ്. ഈ ദിക്റിനും ദുആനും മനുഷ്യന്റെ ഇസ്ലാഹിലുള്ള സ്വാധീനവും ഇവിടെ പറയുന്നുണ്ട്. വല ബിദിക്രി സിഫത്തുൽ ഖിയാം വറുക്കൂ വസ്സുജൂദ്. എന്നാൽ നിസ്കാരത്തിലെ ഖിയാം, റുക്കൂ, സുജൂദ് പോലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല ഖുർആൻ. ഒക്കവൻ റുക്കൂ ബിഫഇലി മറത്തിൻ ഫീ കുല്ലി റക്അ. ഓരോ റക്അത്തിലും ഒരു വട്ടമാണ് റുക്കൂ വേണ്ടത്. സുജൂദ് ഇഫൽ മറത്തൈൻ, സുജൂദ് ആവട്ടെ 2 വട്ടം ചെയ്യണം. ഇതൊന്നും പറഞ്ഞിട്ടില്ല. വൈന്നമ എന്താണ് വ്യക്തല്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നബിയുടെ ബയാനിലേക്ക് മാത്രമായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നബി പ്രവർത്തനം കൊണ്ട് കാണിച്ച് വിശദീകരിച്ചു തരിക, അല്ലാതെ ഖുർആൻ അത് വിശദീകരിച്ച് പറയുന്നില്ല. റുക്കൂ ഇങ്ങനെ, സുജൂദ് ഇങ്ങനെ, ഇത്ര വട്ടം എന്നൊന്നുമില്ല. ഉബൈനത്തി സുന്നത്തു ആയതൻ ദിക്റുല്ലാഹി തആല ഫീ ഹാദിൽ അയ്യാം ഹുവ തക്ബീർ. പിന്നെ സുന്നത്ത് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ ദിവസങ്ങളുടെ ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞാൽ തക്ബീറാണ്. തക്ബീർ അദ്വാറ സ്വലവാത്ത്, നമസ്കാരങ്ങളുടെ പിറകെ തക്ബീർ ഇല്ല. ഇന്ദ ബിഹിൽ ഖറാബീൻ വഇൻദ റമ്മിൽ ജിമാർ വാരിദാലി. ഖുർബാൻ അർപ്പിക്കുമ്പോൾ, ജംറകൾ എറിയുമ്പോൾ, അല്ലാത്ത കാര്യങ്ങളിലൊക്കെ അമലുകളുടെ ഒക്കെ സമയത്ത് തക്ബീർ. ഫഖദ് റവൽ ജമാഅത്ത് അനിൽ ഫദ്ൽ ബിൻ അബ്ബാസ് ഖറഖതു റദീഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജുമ. മുസ്ദലിഫയിൽ നിന്ന് നബിയോടൊപ്പം നബിയുടെ വാഹനപ്പുറത്ത് റദീഫായിട്ട് ഉണ്ടായിരുന്നു. ഇലാ മിന വരെ. പിന്നെന്താണ് ഫലം? ഇലാ മിന കഴിഞ്ഞിട്ട് ഹലോ എന്താ പറഞ്ഞേ? ഹലോ മിൻ ജുമഅൻ മുസ്ദലിഫ ഇലാ മിനൻ എന്ന് ഫലം യസൽ ഫലം യസൽ എന്നിട്ട് യുലബ്ബി ലബ്ബ യുലബ്ബി ആയിരിക്കും അല്ലേ? യുലബ്ബി തൽബിയത്തിന്റെ ഫലം യസൽ യുലബ്ബി ഹത്താ റമ ജംറത്തുൽ അഖബ. അപ്പൊ അഖബയില് ജംറ നടത്തുന്നവരെ നബി തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരുന്നു. നബിയുടെ സുന്നത്ത് അതാണെന്നുള്ളത് റദീഫായിരുന്ന ഫദ്ൽ ബിൻ അബ്ബാസ് പറയാണ്. റവാ അഹ്മദുൽ ബുഖാരിയാൻ ഇബ്നു ഉമറ അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യർമിൽ ജമ വ യുകബ്ബിർ മാ കുല്ലി ഹസാത്തിൻ. ജംറകളിൽ ഓരോ കല്ലെറിയുമ്പോഴും നബി അപ്പോഴൊക്കെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരുന്നു എന്ന് അനസ് റളിയല്ലാഹു ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് ഇമാം മുഹമ്മദും ബുഖാരിയും റിപ്പോർട്ട് ചെയ്യുന്നു. വറദ ഫി തക്ബീർ ഫി അയ്യാമി തശ്രീഖ് അഹാദീസ് കസീറ. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ തക്ബീർ ചൊല്ലിയ കാര്യം ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. മിൻഹ ഹദീസു ഇബ്നു ഉമറ സഹീഹ് അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുകബ്ബിർ മിൻ തിൽക്കൽ അയ്യാം അലാ ഫിറാശിഹി വഫി മുസ്താത്തിഹി വഫി മജ്ലിസി മജ്ലിസിഹി വഫി മജ്ലിസിഹി വഫി മംശാഹ് പിന്നെ മംശാഹുന. അപ്പൊ നബി ഫിറാശിലിരിക്കുമ്പോൾ, അതേപോലെ തന്നെ വിരിപ്പിലിരിക്കുമ്പോൾ, ഇരുത്തത്തില്, നടത്തത്തില്, ആ ദിവസങ്ങളിലെ എല്ലാ പ്രവർത്തനത്തിലും
നബി തക്ബീർ ചൊല്ലിക്കൊണ്ടിരുന്നു എന്നാണ് ഇത് ഉള്ളത്. അപ്പൊ ആ 3 ദിവസങ്ങളുടെ തക്ബീറിന് വലിയ പ്രാധാന്യം ഹദീസുകളിലെമ്പാടും വന്നതാണ്. മുഹമ്മദ് കൃഫിയോമി അറഫ യൗമുൻ നഹർ. ഇനി അറഫ ദിനത്തിൽ ഉള്ള ദിക്ർ, യൗമുൻ നഹർ എന്ന ദിക്ർ ഫഹുവ തക്ബീറു ലിഗൈറിൽ ഹാജ്. അത് ഹജ്ജ് ചെയ്യുന്നവർക്ക് അല്ല, ഹജ്ജ് ചെയ്യുന്ന അല്ലാത്തവർക്കും കൂടിയുള്ള തക്ബീറാണ് പറഞ്ഞത്. വബിഹി ലിഗൈറിൽ ഹാജ് എന്ന് പറഞ്ഞിട്ട് വലഹു ലിഗൈറിൽ ഹാജ് എന്ന് പറഞ്ഞിട്ട് വലഹു വലഹു അഅമ്മ. അഅമ്മ. അയിനാണ്. അതിനാണ് വലഹു ആമ്മ. അപ്പൊ ഹജ്ജിൽ ഇല്ലാത്ത ആളുടെ കാര്യത്തിലാണ് ഈ കൽപ്പന കൂടുതൽ ആമ്മായിട്ട് വരുന്നത്, വ്യാപകമായിട്ട് വരുന്നത്. അപ്പൊ ഈ ഹദീസി അഹമ്മദ് ഷെയ്ഖൈൻ അന്ന മുഹമ്മദ് ബിൻ അബി ബക്കർ ബിൻ ഔഫ് ഖാല സഅൽതു അനസൻ. പിന്നെ ഫബാല വനഹ്നു ഗാദിയാൻ. വനഹ്നു ഗാദിയ എന്നാണ്. ഗാദിയാൻ. ഗാദിയാൻ. ഗാദിയാനിന. ഗാദിയാൻ മിൻ മിന ഇല. അപ്പൊ മിനയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ഇല അറഫാത്ത്, അറഫയിലേക്ക് മിനയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ഞങ്ങൾ ചോദിക്കേണ്ട അനസ് റളിയല്ലാഹുവിനോട് അനി തൽബിയത്തി കൈഫ കുൻതും തസ്നഉൻ മാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ കൂടെ ഞങ്ങൾ ഈ തൽബിയത്ത് എങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. കാല, അപ്പോ പറഞ്ഞു കാന യുലബി അൽ മുലബി. അപ്പൊ തൽബിയത്തിൽ നിന്നാണ് തൽബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫലാ യഖുറു അലൈഹി ഫലാ യൻകുറു അലൈഹി യുൻകിറു അലൈഹി. യുൻകിറു അലൈഹി. തൽബിയത്തിൽ ഞാൻ ഇൻകാർ ചെയ്യാറുണ്ട്, ശരിക്കും അതിനെ എതിർക്കാറില്ല. വൈക്കബിറുൽ മുക്കബ്ബിർ, അതേമാതിരി തക്ബീർ ചൊല്ലുന്ന ആൾ തക്ബീറല്ലോ, തൽബിയത്താണ് തൽബിയത്തല്ലോ. ഫലാ യുൻകിറു അലൈഹി, അവനെ ഇൻകാർ ചെയ്യാറില്ല. അത് പറയണ്ട, അത് അല്ല പറയേണ്ടത്, അങ്ങനെ ഇൻകാറും ഇല്ല. തൽബിയത്താവാം തക്ബീറാവാം ഒക്കെ ആവാം. അപ്പൊ ഈ ഹദീസ് ഉസാമത്ത് അന്നസായി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളഅ റഫഅ യദൈഹി യൗമ അറഫ. പിന്നെ അറഫ, പിന്നെ യൗമ അറഫ യദൂ. അടുത്ത വരി. യദൂ. അപ്പോ പ്രാർത്ഥിക്കാൻ വേണ്ടി കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു അറഫന്റെ അന്ന് എന്നാണ് നസായിയുടെ അടുക്കലുള്ള ഉസാമി എന്നുള്ള ഹദീസിൽ പറയുന്നത്. വഹിയ റിവായത്ത് ദഈഫ. പിന്നെന്താ? സനദ് ലഈഫത്തു സനദ്. ലഈഫത്തു സനദ്. സനദ് ലഈഫായ റിവായത്തുകളാണ് ഇപ്പറഞ്ഞവ. പിന്നെ ഇന്ന അക്സറ ദുആഇഹി യൗമ അറഫ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ബിയദിക്കൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പൊ അറഫ ദിനത്തിൽ നബിയുടെ ഏറ്റവും കൂടുതലുള്ള പ്രാർത്ഥന ഈ പറഞ്ഞായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ ഖൈറും അള്ളാഹുവിന്റെ കയ്യിലാണ്, അള്ളാഹു എല്ലാത്തിനും സർവ്വത കഴിവുള്ളവനാണ് എന്ന ഈ പ്രാർത്ഥന. പിന്നെ നബിയുടെ ദിക്ർ ഞങ്ങളും ചൊല്ലിയിട്ടുണ്ട്. മശൽ ഹറാമിൽ വെച്ച് നബി എഴുതിയ ദിക്ർ ഞങ്ങളും ചൊല്ലിയിട്ടുണ്ട്. വഖദ് ഖാലു. പിന്നെ അങ്ങനെ ആ പേജ് മറ്റു പോയോ? ഇന്ന തൽബിയ അഫ്ളലു ദിക്റിൽ ഹജ്ജ്. 95-ാം പേജാണ്. അത് ഞാൻ വേറെ വിട്ടെന്നീനോ? ഉണ്ട്, പക്ഷെ അതിപ്പോ ജോലിയൊക്കെ വായിക്കാൻ വയ്യ, വായിക്കാൻ വയ്യ. ഇന്ന തൽബിയ അഫ്ളലു ദിക്റിൽ ഹജ്ജ്. ഹജ്ജുകാരന്റെ ദിക്റിൽ ഏറ്റവും വിശിഷ്ടമായത് തൽബിയത്ത് തന്നെയാണ് എന്നാണ്. പിന്നെ അറഫന്റെ അന്നത്തെ തക്ബീർ അതിന്റെ തൊട്ടടുത്ത സ്ഥാനത്ത് വരും, തൊട്ടടുത്ത സ്ഥാനത്ത് തക്ബീറും വരും. അറഫാദിനത്തെ തക്ബീർ വരും. അള്ളഹ വയ്യാമ തശ്രീഖ്, അള്ളഹായിലെയും അതുപോലെ 11, 12, 13 ദിവസങ്ങളിലെയും തക്ബീർ തൊട്ടടുത്ത സ്ഥാനത്ത് വരും. പിന്നെ തൽബിയത്തിന്റെ അസ്റായിട്ട് വന്നിട്ടുണ്ട്. അസ്റായിട്ട് വന്നിട്ടുണ്ട്. അതെ അതെ, അങ്ങനെ അസർ വന്നിട്ടുണ്ട്. പിന്നെ
ഇതാണ് മർഫുവായിട്ട് വന്ന റിവായത്ത്. വലഹു അൻ യസീദ മിന ദിക്രി വസ്സന വദ്ദുആ എന്നാൽ താൻ ഉദ്ദേശിച്ച മശ. അള്ളാഹുവിന്റെ പുകഴ്ത്തല്, ദുആ, ദിക്ർ, ഇത് എന്തോ അതിൽ കൂട്ടാം, അതിനും കുഴപ്പമില്ല. വതക്ബീർ മർഫൂ സഹിഹൻ. തക്ബീർ മർഫൂ സഹിഹൻ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതെ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കബീറ വയസീദൂൻ. അപ്പൊ അത് മർഫുവായിട്ട് വന്നിട്ടുള്ള റിവായത്താണ്. ആ പേജ് കഴിഞ്ഞല്ലേ? നമുക്ക് നിർത്താനുമായി. വഖദ് ജഅല അല്ലാഹു തആല തഖീറ ഫി തഅജീൽ വതഅഖീർ മശ്റൂതൻ ബിത്തഖ്വ. ഇനിയിപ്പോ ഒരാള് 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കി പോരുകയാണോ, 3-ാം ദിവസത്തിലേക്ക് നിൽക്കുകയാണോ, അത് രണ്ടിനും അല്ലാഹു തആല തഖ്വന്റെ ഷർത്താണ് പറഞ്ഞത്. തഖ്വ വേണം രണ്ടായതെന്നുള്ള. അമൻ താജല ഫി യൗമൈനി ഫലാ ഇസ്മ അലൈഹി അമൻ താഖറ ഫലാ ഇസ്മ അലൈഹി ലിമൻ ഇത്തഖ. 2 ദിവസം കൊണ്ട് ധൃതിയാക്കി പോരുന്നതിനും കുഴപ്പമില്ല തഖ്വ ഉള്ളവന്, 3-ാം ദിവസത്തിലേക്ക് പിന്തിയാലും കുഴപ്പമില്ല തഖ്വ ഉള്ളവന്. അപ്പൊ തഖ്വ ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടും ഷർത്തായി പറഞ്ഞത്. ഐമൻ ഇസ്താജല ഫി ദിക്ർ ഇന്ദാജിൽ അഅമാൽ തഅബ്ബുദിയ്യ അൽ മഅലൂമ. ഈ താബുദി എന്ന അള്ളാഹുവിന്റെ കൂലി കിട്ടാൻ വേണ്ടി നബി പഠിപ്പിച്ചെന്ന പോലെ ചെയ്യുക, അതാണ് താബുദി. ഈ താബുദിയ അമല് ചെയ്യുമ്പോൾ ദിക്ർ നിർവഹിക്കുക എന്നുള്ളത് കുറ്റല്ല. ഇനി പൂർത്തീകരിച്ച് 3-ാം ദിവസം കൂടി കഴിയിട്ടാലും കുട്ടികൾ രണ്ടാളും അള്ളാഹുവിന്റെ ഹദ്ദിൽ നിൽക്കണം, അള്ളാഹുവിനെ തഖ്വ പുലർത്തണം. തഫ്സീല മലക്കത്തി തഖ്വ ഹിയൽ ഗർബ് മിനൽ ഹജ്ജ്. കാരണം ഹജ്ജ് എന്ന മഹത്തായ കർമ്മം കൊണ്ടുള്ള ഉദ്ദേശം തന്നെ തഖ്വയാകുന്ന മലക്കത്ത് ലഭ്യമാക്കലാണ്, ആ ശേഷി ലഭ്യമാക്കലാണ്. അമീൻകുറ്റി വിഭാഗം ഹജ്ജിന് മാത്രമല്ല എല്ലാ വിഭാഗത്തിനും ഉദ്ദേശം അത് തന്നെയാണ്. വൽ വസീലത്തുൽ കുബ്ര ഇലൈഹ, അതിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ മാർഗമോ കസ്റത്തു ദിക്രില്ലാഹി തആല ബിൽ ഖൽബ് മഅൽ ലിസാൻ, ഖൽബിലും ലിസാനിലും ഒപ്പം അള്ളാഹുവിന്റെ ദിക്ർ ഉണ്ടാവുക എന്നുള്ളതാണ്. മുറാഖബത്തിഹി ഫീ ജമീൽ അഹ്വാൽ, അള്ളാഹുവിനെ മുറാഖിബ, അള്ളാഹുവിന്റെ നിരീക്ഷണം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാളായി എല്ലാ ഹാലിലും വരിക എന്നുള്ളതാണ്. അതവനെ സ്വാധീനിക്കും. അബ്ദൻ ലഹു ലാലിൽ അഹ്വാഇ വശഹ്വാത്ത്, അങ്ങനെ ശരിക്കും അള്ളാഹുവിന്റെ അബ്ദായിട്ട് മാറുക, ഇച്ഛകളുടെയും മോഹങ്ങളുടെ അബ്ദാകരുത്. തിൽക്കൽ അമാലു മുദക്കിറാത്തുൽ ലിന്നാസ്, മറന്നു പോകുന്ന ആളുടെ മുദക്കിറാത്താണ്, ആൾക്ക് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളതാണ് ഈ അമലുകളൊക്കെയും എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്.